ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻകുളത്തിലിട്ട് സിലോപ്പീനെ പിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 2-3 നിന്ന് പിടിക്കാൻ പോവാണ്. ഗോപാലൻ തേപ്പ് അതുപോലെ മീൻകുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആയുധമായിട്ടുള്ള വലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവന് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മീൻ അവൻ ഇപ്പൊ നോക്കുകയാണ് അതിൽ തന്നെ ഇല്ലേന്ന്. അങ്ങനെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിനെയും കൊണ്ട് ഗോപാലൻ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഗായ്സ്, ഗോപാലൻ നമ്മുടെ മീനെയും കൊണ്ട് വരുന്നുണ്ട്. മീനെ കൊണ്ട് വന്നിട്ട് നമ്മൾ ആ മീന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ 4 ഗോപാലൻ പിടിച്ചേക്കുന്നത്. 3 അത്യാവശ്യം വലിപ്പമുണ്ട്, ഒരെണ്ണം കുറച്ച് ചെറുതാണ്. 4 ഇപ്പൊ പിടിച്ചേക്കുന്നത്. ഇട്ടപ്പോഴും തന്നെ നല്ലോണം ഇങ്ങനെ പിടച്ച് ചാടുന്നുണ്ട്. ഒരെണ്ണം പിടിച്ച് വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. അപ്പൊ ഈ 4 നമ്മളിപ്പോ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇട്ടിട്ട് കുറെ ആയതായിരുന്നു ഈ സിലോപ്പീനെയൊക്കെ. അപ്പൊ അമ്മ വന്നിട്ട് അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞു തുടങ്ങി. അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞു തുടങ്ങി. അതിന്റെ മേൽഭാഗം കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാണ്. എന്നിട്ട് അതിന്റെ തൊലി വറക്കുന്നത് കാണണം. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യമാണ്, ആ തൊലി വറക്കുന്നത്. അപ്പൊ അങ്ങനെ മീനിന്റെ കട്ടിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് സൈഡിലെ തൊലിയൊക്കെ പൊളിച്ച് നല്ല സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടാണത് വലിച്ചെടുക്കാൻ, പക്ഷെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അതിന്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കളഞ്ഞ് അമ്മ ബാക്കി ഇതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് നമ്മുടെ മീൻ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു. 4 അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, കൂടി പോകാതെ നോക്കുക. നമ്മൾ നാരങ്ങ നീര്, ഒരു നാരങ്ങ എടുത്തിട്ട് നല്ലപോലെ അത് പിഴിഞ്ഞ് അതിന്റെ നീരൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നാരങ്ങ നീരിന്റെ ഒക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിരുമണം. നന്നായിട്ട് തിരുമി മസാലയൊക്കെ എല്ലായിടത്തും മീനിലെ വരയിലൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ തിരുമി എടുക്കുക. എന്നിട്ട് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ റെസ്റ്റിന്. അപ്പോഴാണ് ആ മസാലയൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആവുള്ളൂ. നമ്മളെല്ലായിടത്തും നല്ല മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പൊ അത് നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ മറക്കരുത്. അപ്പോഴേക്കും അമ്മ അടുപ്പില് തീയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാണ്. അങ്ങനെ നമ്മൾ 4 മീനും കൂടി ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോ അത് നല്ലപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുളത്തിൽ തന്നെ ഉള്ള മീനായതുകൊണ്ട് തന്നെ നമ്മള് നാച്ചുറൽ ആയിട്ട് വളർത്തുന്നതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. നല്ല ഫ്രഷ് ടേസ്റ്റ് ആണ് ഈ മീനൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ അതിന്റെ സൈഡൊക്കെ മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിനു മുമ്പും വറുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ വളർത്തുന്നതായതുകൊണ്ട് കുറച്ചും കൂടി ഫ്രഷ് ടേസ്റ്റ് ആണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു 4. ഇതിങ്ങനെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. ഇനി നമ്മൾ ഇതിനോട് കഴിക്കാൻ പോകുന്നത് ചോറാണ്. അപ്പൊ നമ്മൾ ചോറൊക്കെ എടുത്തു വെച്ചു. ആ 4 മീനും ഈ ചോറിന്റെ മേളിലേക്ക് തട്ടാണ്. ആ ചൂടോടെ തന്നെ കഴിക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നാരങ്ങ നീരിന്റെ ഒക്കെ ഫ്ലേവർ ഒക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്.